എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ പറയ്. ഒന്നും കൂടി പറയ്. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ പറഞ്ഞാണ്. ഫുട്ബോളിന്റെ സമയത്ത് വരച്ചതാണ്. നമ്മൾ നെയ്മറിനാണ് ആദ്യം വരച്ചിട്ടുണ്ടായിരുന്നത്. ഇത് തുടങ്ങുമ്പോൾ വരച്ചത് നെയ്മർ. മെസ്സിന്റെ മോച്ചായ മാറിയിരിക്കുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചിലവത് ശരിയാവും, ചിലവത് ശരിയാവും. നമ്മളത് ശരിയായിട്ടില്ല. അപ്പൊ നമ്മളെ എംബാപ്പനെയാണ് നമ്മൾ ഇത് കുറച്ചൊക്കെ ശരിയാക്കണേ. നമ്മൾ ആളൻ്റാണ്. ആളൻ്റിനെ കുറച്ചൊക്കെ തോനെ ശരിയാക്കണേ. ഓയിൽ പേസ്റ്റ് ഇട്ട് വരച്ചതാണ് ഇത്. പിന്നെ ഇതാണ് പെൻസിൽ ഡ്രോയിങ്. ഇതൊക്കെ ഞാൻ എൻ്റെ രൂപത്തിൽ വരക്കുന്നതാണ്. ഇല്ലേ, ഇതിങ്ങനെ സ്ട്രീറ്റാണ്. കഫേ വരച്ച ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ഗൈസ്. അപ്പൊ നമുക്ക് ഇന്നൊരു വേറൊരു ചിത്രം വരക്കണം. എൻ്റെ അമ്മാന്റെ ഫോട്ടോ ആണ്. അപ്പൊ ഇതാണ് നമ്മളിന്ന് വരക്കാൻ പോകുന്നത്. ശരിയാവുമെന്ന് നമുക്കറിയില്ല. നമുക്ക് വരച്ചു നോക്കാം. ആദ്യം നമുക്ക് നമ്മളെ മുഖത്തിനുള്ളത് വരക്കണം. നമ്മൾ തനിക്കുട്ടി ഇടത്തെ കൈ കൊണ്ടാണ് കേട്ടോ എല്ലാതും എഴുതലും വരക്കലും ഒക്കെ ഇടത്തെ കൈയിട്ടാണ് കേട്ടോ. അപ്പൊ തനിക്കുട്ടി ഇതാ വരച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. നമുക്ക് വലത്തെ കൈ കൊണ്ട് എഴുതാനൊന്നും അറിയില്ല. വലത്തെ കൈ കൊണ്ട് എഴുതിക്കാം. വലത്തെ കൈ കൊണ്ട് എന്നാലും ഒന്ന് എഴുതൂടോ ചെറുതായിട്ട്. തനി വലത്തെ കൈ കൊണ്ട് എഴുതുന്നുണ്ട് കേട്ടോ. വരക്കുകയാണ്. റിഫക്കുട്ടി വരക്കുന്നുണ്ട്. ശരിയാവണില്ല എന്നവള് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു ഇജ്ജ് എങ്ങനെ ആയാലും വരച്ചാലും നമ്മള് വരക്കല്ല. പിന്നെ കുട്ടി അടുത്ത് നോക്കി നിൽക്കുന്നുണ്ട്. ഇത് പഠിക്കാൻ തോന്നുന്നു അവള് വരക്കുന്നത്. നോക്കി പഠിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ വരക്കാൻ പറ്റും. കണ്ണ് വരക്കാൻ. കണ്ണ് വരക്ക്. ഒരു കണ്ണ് വരച്ച് കാണിച്ചാ. അപ്പോൾ നമ്മളെ റിനുദ കണ്ണിൻ്റെ ചിത്രം വരക്കുന്നുണ്ട്. അവൾ ഏത് നേരം കണ്ണാണ് വരച്ചിരിക്കല് കേട്ടോ. വേറെ ചിത്രങ്ങളൊന്നും വരക്കില്ല. ഓരോരുത്തർക്ക് ഓരോരോ കഴിവ്. കണ്ണ് വരക്കുന്നവർക്ക് കണ്ണ് വരക്കുന്ന കഴിവ്. അങ്ങനെയുള്ള ഓരോ കഴിവുകളല്ലേ. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. ഇതാണ് ഇവള് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള പതാക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ്. താറാവിന് കളർ കൊടുത്താ? ഏത് കളറേ കൊടുത്തത്? കളർഫുള്ളാണ് കൊടുത്തത്. കളർഫുള്ള് താറാവ്. പിന്നെന്തായിരുന്നു വരക്കാണ്ടായിരുന്നേ? കൊട. പല കളറ് കൊട വരച്ച്. പിന്നെ വേറെന്താ ഉണ്ടായിരുന്നേ? വേറൊന്നുമില്ല. നാളെ സ്കൂളില്ലല്ലോ. നാളെ സ്കൂളിൽ പായസം കിട്ടുമോ സ്കൂളിൽ നിന്ന്? ഉമ്മാർക്കൊന്നും കിട്ടൂല പായസം? കിട്ടുവാ? അവള് പഠിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. കേക്ക്. എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. എന്ത് ദിനാശംസകൾ? അങ്ങനെ പറയല്ലേ. ദിനാശംസകൾ എന്താണ്? അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ സ്കൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരച്ച് വരണുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഏകദേശം അതേ മുഖം ഇക്കണേ. അവള് പറഞ്ഞത് ശരിയായിട്ടില്ല എന്നാണ്. അവളത് ഇടണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഇടുന്നാണ് അവളോട് പറഞ്ഞത് കേട്ടാ. യൂട്യൂബിൽ ഇടണ്ടെന്നാണ് അവള് എന്നോട് പറഞ്ഞുകൊണ്ട് നിൽക്കണത്.
എന്താ എന്താ ചെയ്യ കഴിയാനായ അമ്മച്ചിന്റെ ഫോട്ടോ ഫാന്റാസ്റ്റിക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഷാളൊക്കെ വരക്കാനുള്ളൂ അല്ലേ? വരച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ ഞാൻ. അയലുമത്തൊക്കെ ഒന്ന് എടുത്താണ്ട് വരട്ടെ. ഞാനാവൂലേ? ഇത് കണ്ടിട്ട് അവർ കമന്റ് ഇട്ടോളൂ. ഇത് അപ്പൊ നമ്മളത് വരച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കണ്ടോക്കാം. ഇതാണ് ഫോട്ടോ. ഉണ്ടക്കണ്ണില്ലേ അമ്മ? എത്ര ഉണ്ടക്കണ്ണെന്ന മതിയില്ലേ? നിങ്ങൾക്ക് കുറച്ച് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് മുണ്ടവരൊക്കെ ഉണ്ടാവും സാമ്യം. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ്. കൊറേ സമയം എടുത്ത് വരക്കുന്നത് നന്നാവും. പെട്ടെന്നല്ല വരവായതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഇവിടെ നല്ല പോലെ ഇവിടെ നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.